സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കെ ഫോൺ പദ്ധതി ഒരേ സമയം സാധ്യതയും വെല്ലുവിളിയുമാണെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ. പദ്ധതിയിൽ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് മുൻഗണന നൽകണമെന്ന് സിഒഎ. ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട വിഷമത്തിൽ വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊരുമ്പിശ്ശേരി സ്വദേശി 14 വയസ്സുള്ള ആകാശാണ് മരിച്ചത്. കാറളം SBI ബാങ്കിൽ 2,76,00,000 രൂപയുടെ സ്വർണ്ണ പണയാഭരണങ്ങളിൽ തിരിമറി നടത്തിയ കേസിലെ പ്രതി കീഴടങ്ങി. ഇരിങ്ങാലക്കുട സ്വദേശി സുനിൽ ജോസാണ് കീഴടങ്ങിയത്. പെരുമ്പിലാവ് കല്ലുംപുറത്തും തളിക്കുളം തമ്പാൻ കടവിലും വീടുകളിൽ മോഷണം. 20 പവനോളം സ്വർണവും 10,000 രൂപയും മോഷണം പോയി. പട്ടികജാതി വിഭാഗത്തിലെ കലാകാരന്മാരുടെ തൊഴിൽപരമായ ഉന്നമനത്തിനും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി സ്ഥാപിച്ച ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യമുയരുന്നു. കലാക്ഷേത്രത്തിന്റെ ചുമതല സംഘത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപം. വിവാഹാവശ്യത്തിന് സ്വർണമെടുക്കാൻ ഈടായി നൽകിയ സ്ഥലം വ്യാപാരി തട്ടിയെടുത്തതായി പരാതി. സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരവുമായി വഞ്ചിക്കപ്പെട്ട കുടുംബം. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ നടപ്പാക്കുന്ന കെ ഫോൺ പദ്ധതി ചെറുകിട മേഖലയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ഒരേ സമയം സാധ്യതയും വെല്ലുവിളിയുമാണെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു. പദ്ധതിയിൽ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് മുൻഗണന നൽകണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സിഒഎ തൃശൂർ ടൗൺ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് അടക്കം ബിസിനസ് രൂപത്തിലേക്ക് മാറുകയാണ്. അതിന്റെ മറ്റൊരു രൂപമാണ് കെ ഫോൺ. അതുപോലെ തന്നെയാണ് കെ ഫോൺ മോണോപോളി അല്ല എന്നും സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. കെ ഫോൺ ഒരേ സമയത്ത് നമുക്ക് സാധ്യതയാണ്, അതേസമയത്ത് നമുക്ക് വെല്ലുവിളിയാണ്. സർക്കാർ ഓഫീസുകൾ അത്തരം സംവിധാനങ്ങളിലേക്ക് അവർ നേരിട്ട് കണക്ട് ചെയ്യുകയും ബാക്കിയുള്ള അതർ സർവീസസൊക്കെ നമ്മൾ പ്രൈവറ്റ് സംവിധാനങ്ങൾ വഴിക്കാണ് പോകുന്നത്. അതിൽ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് പ്രത്യേക പരിഗണന നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കെ ഫോൺ പോലുള്ള സംവിധാനങ്ങൾ പോലും നമുക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരോട് ആവശ്യപ്പെട്ട് ചെറുകിട മേഖലയെ കെ ഫോണിന് കൊടുക്കാൻ വേണ്ട സംവിധാനത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ ആവശ്യപ്പെടുകയാണ് നമ്മൾ ഈ സംഘടന. അപ്പോൾ അവിടെ പ്രത്യേക പരിഗണന നൽകുമെന്ന് പറയുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ അതിന് ഇത് കൊടുക്കാനുള്ള പൂർണ്ണ സജ്ജരാണോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് സാധ്യതയാണ്, അതേ സമയത്ത് വെല്ലുവിളിയാണ്. പുതിയ കാലത്തെ സാധ്യതകളെയും വെല്ലുവിളികളെയും ഒരുപോലെ നേരിട്ടുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. സംഘടനയെയും മേഖലയെയും തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തെ അതിജീവിക്കാൻ ഇക്കാലയളവിൽ സിഒഎയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായി ഇപ്പോൾ മേഖല നേരിടുന്ന GST, ജിയോ പോലെയുള്ള ഏതു പ്രതിസന്ധികളിലും സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയും. അതിന് കേബിൾ TV ഓപ്പറേറ്റർമാർ ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടായാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ മുൻകാലങ്ങളിലെ ശത്രുക്കളും ഇടക്കാലത്ത് വന്നിട്ടുള്ള ശത്രുക്കളും ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ശത്രുക്കളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയ ആളുകളും ഇതൊക്കെ കൈകോർത്തുകൊണ്ടാണ് നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ GST എന്നല്ല, ഏത് പ്രതിസന്ധി വന്നാലും ജിയോ വന്നാലും ഒക്കെ നമ്മൾ ജീവിക്കും, യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ഓപ്പറേറ്റർമാർ കൂടെ നിൽക്കണം. സിഒഎ മേഖലാ പ്രസിഡന്റ് VS നജീബ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KA ഡേവിസ് സമ്മേളന റിപ്പോർട്ടും, മേഖലാ വൈസ് പ്രസിഡന്റ് KV സുധീർ ഓഡിറ്റ് റിപ്പോർട്ടും, മേഖലാ ട്രഷറർ J ജോർജ് ലിയോ സാമ്പത്തിക റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P ആന്റണി സംഘടനാ റിപ്പോർട്ടും, മേഖലാ ജോയിന്റ് സെക്രട്ടറി V വിജയകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സിഒഎ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KC ജോൺസൺ, ജില്ലാ ട്രഷറർ TV വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മേഖലയിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പൊതു ചർച്ചയും നടന്നു. സമ്മേളനത്തിൽ മേഖലയുടെ പുതിയ പ്രസിഡന്റായി PK അജിത് കുമാറിനെയും സെക്രട്ടറിയായി KV സുധീറിനെയും ട്രഷററായി AJ ജോബിയെയും തിരഞ്ഞെടുത്തു. 7-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും സമ്മേളനം അംഗീകാരം നൽകി. TCV തൃശൂർ. ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട മനോവിഷമത്തിൽ വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊരുമ്പിശ്ശേരി സ്വദേശിയായ പോക്കരിപ്പറമ്പിൽ ഷാബിയുടെ മകൻ 14 വയസ്സുള്ള ആകാശാണ് മരിച്ചത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ടതായും ഇതേ തുടർന്നുള്ള മനോവിഷമത്തിൽ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണെന്നും പറയുന്നു. ബുധനാഴ്ച രാവിലെ കൂടൽമാണിക്യം കുട്ടൻകുളത്തിന് സമീപം കുട്ടിയുടെ സൈക്കിളും ചെരുപ്പും കണ്ടെത്തിയതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാറളം SBI ബാങ്കിൽ 2.25 കോടിയോളം രൂപയുടെ സ്വർണ്ണപ്പണയ തിരിമറി നടത്തിയ കേസിലെ പ്രതി കീഴടങ്ങി. SBI ബാങ്കിലെ ചീഫ് അസോസിയേറ്റ് ഓഫീസറായ ഇരിങ്ങാലക്കുട കാരുകുളങ്ങര സ്വദേശി അവറാൻ വീട്ടിൽ സുനിൽ ജോസാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയത്. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം ഇയാളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ വീണ്ടും പണയം വെച്ചാണ് തട്ടിപ്പ് നടത്തിയത്.
ബാങ്കിൽ നടന്ന ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് നടന്ന വിവരം പുറത്തറിയുന്നത്. അസിസ്റ്റന്റ് ജനറൽ മാനേജറുടെ പരാതിയിൽ കാട്ടൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എങ്കിലും വലിയ തുകയുടെ തിരിമറിയായതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. പെരുമ്പിലാവ് കല്ലുംപുറത്ത് വീട്ടിൽ മോഷണം. 15 പവനും 10,000 രൂപയും മോഷ്ടിച്ചു. കല്ലുംപുറത്ത് അടിമന നാരായണൻ നമ്പൂതിരിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് മോഷണം നടന്നതായി വീട്ടുകാർ പറയുന്നത്. അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടത്. സമീപത്ത് തന്നെ അലമാരയുടെ താക്കോലും സൂക്ഷിച്ചിരുന്നു. നാരായണൻ നമ്പൂതിരി സമീപത്തെ കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് മുൻപിലെ വാതിൽ തുറന്നിട്ടതായി പറയുന്നു. ഈ സമയത്താണ് മോഷ്ടാവ് വീടിനകത്തേക്ക് കയറിയതായി കരുതുന്നത്. അലമാര തുറന്ന് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തളിക്കുളം തമ്പാൻ കടവിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 2 കുട്ടികളുടെ 4.25 പവൻ വരുന്ന 2 മാലകൾ മോഷ്ടാവ് കവർന്നു. തമ്പാൻ കടവ് സീവാൾ റോഡിന് സമീപം ഇത്തിക്കാട്ട് അനൂപ് എന്ന അശോകന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലും അടുക്കളവാതിലും വീട്ടുകാർ അടച്ചിടാൻ മറന്നതായി പറയുന്നു. ഗ്രില്ല് തുറന്ന് അടുക്കള വഴിയാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. നിലത്ത് കിടന്നുറങ്ങുകയായിരുന്ന അശോകന്റെ സഹോദരി ദീപ്തിയുടെ മകൾ ആദിലക്ഷ്മിയുടെ 2 പവന്റെ മാലയും മൂത്ത സഹോദരി ദീപയുടെ മകൾ ശ്രീലക്ഷ്മിയുടെ 2.25 പവന്റെ മാലയുമാണ് മോഷ്ടാവ് കവർന്നത്. ശബ്ദം കേട്ടുണർന്ന കുട്ടി മങ്കി ക്യാപ്പും ബർമൂഡയും ധരിച്ച ഒരാൾ ഏതോ മുറിയിലേക്ക് വിതറുന്നത് കണ്ടിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. ഭയം മൂലം വീട്ടുകാരെ വിളിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു കുട്ടി. മുറികളിലും ഹാളിലുമടക്കം മഞ്ഞൾപ്പൊടി വിതറിയ നിലയിലായിരുന്നു. വിവരമറിഞ്ഞ് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സമീപത്തെ കെട്ടിടത്തിലെ CCTV പരിശോധിച്ചെങ്കിലും പ്രവർത്തിച്ചിരുന്നില്ല. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. പട്ടികജാതി വിഭാഗത്തിലെ കലാകാരന്മാരുടെ തൊഴിൽപരമായ ഉന്നമനത്തിനും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി സഹകരണ സംഘമായി കരുവാപ്പടിയിൽ സ്ഥാപിച്ച ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യമുയരുന്നു. 1982 സ്ഥാപിച്ച സംഘത്തിൽ വാദ്യോപകരണങ്ങൾ, പരമ്പരാഗത കൈത്തൊഴിൽ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും വിപണനവും തൊഴിൽ പരിശീലനവും നൽകിയാണ് സാമ്പത്തിക വരുമാനം കണ്ടെത്തിയിരുന്നത്. 2002 കാലഘട്ടം വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കലാക്ഷേത്രം സാമ്പത്തിക പ്രതിസന്ധി മൂലം 2004 പ്രവർത്തനം നിലച്ചു. സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടെങ്കിലും സെക്രട്ടറിക്ക് ശമ്പളം കൊടുക്കാനാകാതെ സ്ഥാപനം അടച്ചുപൂട്ടി. അക്കാലത്ത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 400ഓളം അംഗങ്ങൾ സംഘത്തിലുണ്ടായിരുന്നു. സർക്കാർ സാമ്പത്തിക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും ഇല്ലാതായതോടെ സംഘത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി. അന്നത്തെ ഭരണസമിതിയിലെ അംഗങ്ങൾ പലരും മരണപ്പെട്ടു. ഇതിനിടെ കെട്ടിടം നശിച്ചു പോകാതിരിക്കാൻ അന്നത്തെ ഭരണസമിതി പ്രദേശത്തുള്ള 5 വനിതകൾക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനം നടത്തുന്നതിനായി തുച്ഛമായ തുകയ്ക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ കരാർ പ്രകാരം വാടക നൽകാതായതോടെ 15 വർഷത്തെ കുടിശ്ശികയായി 1.5 ലക്ഷം രൂപയോളം നൽകാനുണ്ടെന്ന് സംഘത്തിലെ അംഗങ്ങൾ പറയുന്നു. 2 മാസം മുൻപ് അധികൃതർ ഇടപെട്ട് വാടകക്കാരെ ഒഴിപ്പിച്ച ശേഷം കെട്ടിടത്തിന്റെ ചുമതല സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനിടെ കലാക്ഷേത്രത്തിന്റെ ചുമതല സംഘത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അംഗങ്ങൾ പരാതി നൽകിയിരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, സഹകരണ വകുപ്പിൽ നിന്ന് ഇത് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ഫണ്ടും കൂടി അനുവദിക്കണം. ഞങ്ങളുടെ അന്വേഷണത്തിൽ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് അറിഞ്ഞത് അഡ്ഹോക് കമ്മിറ്റിക്ക് അധികാരം കൊടുക്കാനായിട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷേ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ്. ഇതേ തുടർന്ന് നിലവിലുള്ള അംഗങ്ങളിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്ത് താൽക്കാലിക ചുമതല ഏൽപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകി. പേരുകൾ നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. ജോയിന്റ് രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിവർ പരസ്പരം പഴിചാരി നടപടികൾ വൈകിപ്പിക്കുകയാണെന്നും കലാക്ഷേത്രമംഗം NV അയ്യപ്പൻ ആരോപിച്ചു. 2018 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടത്തുന്ന സംഘത്തിന്റെ അധികാരം 3 അംഗ കമ്മിറ്റിക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം. എന്നാൽ സംഘത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി നീട്ടിക്കിട്ടണമെന്നും പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കണമെന്നും ആവശ്യപ്പെട്ട് രജിസ്ട്രാർക്ക് കത്ത് നൽകിയതായി അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള മല്ലിക പറഞ്ഞു. ഉത്തരവ് ലഭിച്ചാലുടൻ പൊതുയോഗമോ തെരഞ്ഞെടുപ്പോ നടത്തി പുതിയ ഭരണസമിതിയെ ചുമതലപ്പെടുത്തുമെന്നും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. TCV പുതുക്കാട്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ പട്ടികജാതിയിൽപ്പെട്ട ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി ഭയന്നാണെന്ന് പരാതി. പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കോട്ടപ്പടി പരിയാരത്ത് രമേശനെയാണ് കഴിഞ്ഞ 12-ന് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയും വിവാഹപ്രായമെത്തിയ മകളും ഡിഗ്രിക്ക് പഠിക്കുന്ന മകനുമടങ്ങുന്നതാണ് രമേശന്റെ കുടുംബം.
പെയിന്റിംഗ് ജോലി ചെയ്താണ് രമേശ് കുടുംബം പുലർത്തിയിരുന്നത്. കോവിഡിനെ തുടർന്ന് ജോലി കുറഞ്ഞതോടെയുണ്ടായ സാമ്പത്തിക പ്രയാസം മറികടക്കാൻ 6 മാസം മുൻപ് കുടുംബ സുഹൃത്തായ സന്ധ്യയിൽ നിന്ന് 5000 രൂപ കടം വാങ്ങിയിരുന്നതായി വീട്ടുകാർ പറയുന്നു. തന്റെ സുഹൃത്തായ അരുണിൽ നിന്ന് പലിശക്കെടുത്ത പണമാണ് ഇതെന്നും ദിവസം 300 രൂപ വീതം തിരിച്ചടയ്ക്കണമെന്നും സന്ധ്യ അറിയിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടായതിനാൽ ഇവർ സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് പല തവണകളായി 10,300 രൂപ ഇവർ തിരിച്ചു നൽകി. പലതവണ അടവ് മുടങ്ങുമ്പോഴും പലിശയ്ക്ക് നൽകിയവർ വീട്ടിലെത്തിയും ഫോണിൽ വിളിച്ചും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും വീട്ടുകാർ പറയുന്നു. അടവ് മുടങ്ങിയതിനെ തുടർന്ന് 2 ആഴ്ച മുൻപ് അരുണും മറ്റൊരാളും രമേശിന്റെ വീട്ടിലെത്തി സ്കൂട്ടർ എടുത്തുകൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ 9-ന് രമേശിന്റെ ഫോണിലേക്ക് വിളിച്ച് ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് രമേശ് മാനസികമായി തളർന്നിരുന്നുവെന്ന് ഭാര്യ കവിത പറയുന്നു. അരുണിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ വാങ്ങിച്ചത്. സന്ധ്യയാണ് നമുക്ക് പൈസ അരുണിന്റെ കയ്യിൽ നിന്ന് എടുത്തു തന്നത്. ദിവസം 300 രൂപ വെച്ചിട്ടാണ് 5000-ന് അവർ പലിശ ഈടാക്കിയിരുന്നത്. അമിത പലിശയായിരുന്നു. അതിൻ്റെ പേരിൽ 10,500ഓളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവരിങ്ങനെ 21,000 വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ മനസ്സ് മടുത്തിട്ടാണ് അയാളത് ചെയ്തിട്ടുള്ളത്. നിരന്തര ഭീഷണിയെ തുടർന്ന് രമേശ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മകനെയും കൂടെ കൂട്ടിയിരുന്നതായും മകൾ വീടിന് പുറത്തിറങ്ങാറില്ലെന്നും വീട്ടുകാർ പറയുന്നു. മേഖലയിൽ ബ്ലേഡ് മാഫിയ തഴച്ചു വളരുകയാണെന്നും പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വിനീത് വിജയൻ പറഞ്ഞു. ബ്ലേഡ് മാഫിയ വളരെയധികം കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലാണ് ഈ വാർഡിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ആത്മഹത്യ നടന്നിട്ട് പോലും പോലീസുകാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഒരു വീടിൻ്റെ താങ്ങിനെയാണ് അവർ ഇല്ലാതാക്കിയത്. എന്നിട്ട് പോലും പോലീസ് വേണ്ട നടപടികൾ ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഭയന്നാണ് ഭർത്താവ് മരിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കവിത ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. TCV ഗുരുവായൂർ. വിവാഹാവശ്യത്തിന് സ്വർണമെടുക്കാൻ പണമില്ലാത്തതിനാൽ ഈടായി നൽകിയ സ്ഥലം വ്യാപാരി തട്ടിയെടുത്തതായി പരാതി. സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരവുമായി വഞ്ചിക്കപ്പെട്ട കുടുംബം. കാഞ്ഞിരക്കോട് ആശാരി വീട്ടിൽ മുരളീധരനും കുടുംബവുമാണ് പ്രദേശവാസിയായ സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചിരിക്കുന്നത്. 2015-ലാണ് മുരളീധരൻ മകളുടെ വിവാഹത്തിനായി ജ്വല്ലറി നടത്തിയിരുന്ന വ്യക്തിയിൽ നിന്ന് 1 ലക്ഷത്തിന് മേൽ സ്വർണം വാങ്ങിയത്. നൽകാൻ പണമില്ലാത്തതിനാൽ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയോരത്ത് കാഞ്ഞിരക്കോട് സെന്ററിലുള്ള 3 സെന്റ് സ്ഥലവും കെട്ടിടവും പണയമായി നൽകി. പലിശ സഹിതം പണം മടക്കി നൽകണമെന്ന കരാറിന് പുറമെ വ്യാപാരി തന്റെ പേരിലേക്ക് വസ്തു തീറാക്കി വാങ്ങുകയും ചെയ്തു. നിർധനനായ മുരളീധരന് പണം മടക്കി നൽകാൻ കഴിഞ്ഞില്ല. 6 മാസമായപ്പോൾ വ്യാപാരി പോലീസിൽ പരാതി നൽകുകയും 2 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർത്താൽ മതിയെന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ നിലവിലെ കെട്ടിടത്തിന് മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് ഈടായി നൽകിയ വസ്തു വ്യാപാരി മറ്റൊരാൾക്ക് കൈമാറിയതായി മനസ്സിലായത്. തുടർന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും ചേർന്ന് സംസാരിച്ചപ്പോൾ പണം തിരിച്ചു നൽകിയാൽ സ്ഥലം തരാമെന്ന് ഉറപ്പ് നൽകുകയും പണമായി ചെന്നപ്പോൾ വാക്ക് മാറ്റുകയുമായിരുന്നു. സ്ഥലം തിരികെ നൽകില്ലെന്ന് വ്യാപാരി അറിയിച്ചതോടെയാണ് സമരവുമായി കുടുംബം തെരുവിലിറങ്ങിയത്. ഹൃദയ സംബന്ധമായ രോഗമുള്ള മുരളീധരനും കുടുംബവും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിൽ ആത്മഹത്യയാണ് മുന്നിൽ വഴിയെന്നും ഉന്നതാധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. ഇടവേള. ഒരു മഴ ചാറിയാ മതി, പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാൻ, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ TV-കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ കാശ് കൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും. കേരള വിഷൻ. വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുട നഗരസഭ ചാലാംപാടം 18-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ജോർജ് ആളൂക്കാരൻ നാമനിർദ്ദേശ പത്രിക നൽകി. ഡമ്മി സ്ഥാനാർത്ഥിയായി രാഗി മാരാത്തും പത്രിക സമർപ്പിച്ചു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി ബിജോയ് തോമസ്, പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചാവക്കാട് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായി. കടപ്പുറം അഞ്ചങ്ങാടി വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് ആമീനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഏപ്രിൽ 19-ന് കടപ്പുറം ആശുപത്രി റോഡിൽ വച്ച് കോളനിപ്പടി ചക്കര വീട്ടിൽ ഉവൈസിനെയാണ് പ്രതി തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചത്.
ചാവക്കാട് സിഐ KS സെൽവരാജിന്റെ നേതൃത്വത്തിൽ SI-മാരായ K ഉമേഷ്, AM യാസിർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പരക്കാട് ക്വാറി വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കും LDF-നുമെതിരെ ആരോപണവുമായി BJP ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി. ചേലക്കര പഞ്ചായത്ത് 2-3 വാർഡുകളിലായി 6 പുതിയ ക്വാറികൾക്ക് അനുമതി നൽകുന്നതിനുള്ള നടപടികളുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോവുകയാണ്. പുതിയ ക്വാറികളും കൂടി പ്രവർത്തനം ആരംഭിച്ചാൽ 2, 3, 5 വാർഡുകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമെന്നും BJP നേതാക്കൾ ആരോപിച്ചു. BJP ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകാന്ത് മോഹനൻ, ജനറൽ സെക്രട്ടറി KB അജീഷ്, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഗുരുശരൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വായനോത്സവത്തിന്റെ ചേലക്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം തിരുവില്ലാമല മലേശമംഗലം HLP സ്കൂളിൽ നടന്നു. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക ഉഷ മേനോൻ അധ്യക്ഷത വഹിച്ചു. BRC കോർഡിനേറ്റർ ധന്യമോൾ, MBTA പ്രസിഡന്റ് ദേവിദാസ്, PTA പ്രസിഡന്റ് സജിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കിള്ളിമംഗലത്ത് ബൈക്ക് ടോറസ് ലോറിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പഴയന്നൂർ കോടത്തൂർ കമ്പൂരപ്പറമ്പിൽ മുകുന്ദപ്രസാദിനാണ് പരിക്കേറ്റത്. പഴയന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും തൃശൂർ ഭാഗത്തേക്ക് ലോഡുമായി പോകുകയായിരുന്ന ടോറസ് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ അവശേഷിക്കുന്ന പൈപ്പിടൽ ജോലികൾക്കായി അടച്ച പടിഞ്ഞാറേനട കൈരളി ജംഗ്ഷൻ റോഡ് തുറന്നു. അഴുക്കുചാൽ പദ്ധതി പൂർത്തീകരിച്ച 3 സോണുകളും കമ്മീഷൻ ചെയ്തിരുന്നെങ്കിലും പടിഞ്ഞാറേനട റോഡിൽ 36 മീറ്റർ ദൂരം അവശേഷിച്ചിരുന്നു. 2 മാൻഹോളുകൾ തമ്മിലുള്ള പൈപ്പിന്റെ നിരപ്പ് ക്രമീകരിക്കുന്ന ജോലിക്കായി റോഡ് വെട്ടിപ്പൊളിക്കേണ്ടതിനാലാണ് ഗതാഗതം നിരോധിച്ചത്. വാഹനങ്ങൾ മറ്റു റോഡുകൾ വഴി തിരിച്ചുവിടുകയായിരുന്നു. ഈ ജോലികൾ ഡിസംബറിൽ നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മണ്ഡലകാലത്ത് തീർത്ഥാടകർ ബുദ്ധിമുട്ടാതിരിക്കാൻ പണികൾ നേരത്തെയാക്കാൻ NK അക്ബർ MLA നിർദ്ദേശം നൽകുകയായിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ രാത്രിയും പകലുമായി പണികൾ പൂർത്തീകരിച്ചാണ് 3 ദിവസത്തിനകം റോഡ് തുറന്നത്. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ ശബരിമല തീർത്ഥാടകർക്കായി ശരണകേന്ദ്രം തുറന്നു. യാത്രക്കാരുടെ വിശ്രമസ്ഥലത്തിന് സമീപം ആരംഭിച്ച ശരണകേന്ദ്രം നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ATO KJ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശിവഗിരി മഠാധിപതിയായി തെരഞ്ഞെടുത്ത സ്വാമി സച്ചിദാനന്ദയ്ക്ക് ശനിയാഴ്ച ചാലക്കുടി പൌരാവലി സ്വീകരണം നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SN ഹാളിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ഷിബു വാലപ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സിവിൽ ഡിഫൻസ് സേനയുടെ 3ാം ബാച്ചിന്റെ പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഓഫീസർ K പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കോടശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്തു വന്ന ഡ്രൈവറെ പിരിച്ചുവിട്ട പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി വിവാദമായി. ഡ്രൈവർ ഡേവിസിനെ പിരിച്ചുവിടാനുള്ള അജണ്ട പ്രതിപക്ഷ ആവശ്യപ്രകാരം വോട്ടിനിട്ടപ്പോൾ UDFിലെ ജോഫിൻ ഫ്രാൻസിസ് കൈപ്പൊക്കിയില്ല. തുടർന്ന് ഭരണപക്ഷത്തെ മറ്റുള്ളവർ ബലമായി ഇയാളുടെ കൈ പിടിച്ചുയർത്തി എന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് EA ജയതിലകന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. ഫാനിനുള്ളിൽ അകപ്പെട്ട കിളിയെ രക്ഷപ്പെടുത്തി മുൻ ഗുരുവായൂർ മേൽശാന്തി. ചാലക്കുടി മരത്തോമ്പള്ളി ക്ഷേത്രത്തിന് സമീപത്തെ ഇല്ലത്ത് മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് ഒരു തൊപ്പിക്കിളിയുടെ പ്രാണൻ രക്ഷിച്ചത്. വീടിന്റെ മുകളിലെ നിലയിൽ വച്ചിരുന്ന പെഡസ്ട്രിയൽ ഫാനിനുള്ളിലാണ് കിളി കുടുങ്ങിയത്. തുടർന്ന് മുൻ മേൽശാന്തി ഫാനിന്റെ ഗ്രില്ലുകൾ അഴിച്ചുമാറ്റുകയും കിളിയെ പറന്നു പോകാൻ അനുവദിക്കുകയുമായിരുന്നു. പന്നിത്തടം മരത്തംകോട് സ്വദേശി സൗദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. AKG നഗറിൽ കോൺകോഡ് സ്കൂളിന് സമീപം താമസിക്കുന്ന പരേതനായ മഠപ്പാട്ട് പറമ്പിൽ ഖാദറിന്റെ മകൻ 35 വയസ്സുള്ള അൻസാറാണ് മരിച്ചത്. ടാങ്കർ ലോറി ഡ്രൈവറാണ് അൻസാർ. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ടാങ്കറിന്റെ ഉൾവശം വൃത്തിയാക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ ടാങ്കറിനകത്ത് കയറിയ സഹായിയും കുഴഞ്ഞു വീണു. ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അൻസാർ മരിച്ചിരുന്നു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ നിന്നും മീനാക്ഷി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക്. 11 വയസ്സുകാരിയായ മീനാക്ഷി ടങ് ട്വിസ്റ്റർ വിഭാഗത്തിലാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്.
ലോകത്തിലെ ഏറ്റവും കഠിനമായ ടങ് ട്വിസ്റ്റർ നാക്കുപിഴയ്ക്കാതെ 1 മിനിറ്റിൽ 45 ആവർത്തി ചൊല്ലിയാണ് മീനാക്ഷി 2 റെക്കോർഡുകളും കരസ്ഥമാക്കിയത്. അധ്യാപകരായ തോന്നല്ലൂർ തേജസ് വീട്ടിൽ വേണുവാര്യരുടെയും പാർവതിയുടെയും മകളായ മീനാക്ഷി എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊടുങ്ങല്ലൂരിൽ ട്യൂഷൻ ക്ലാസ്സിൽ പോകുകയായിരുന്ന പെൺകുട്ടിയെ ആക്രമിച്ചതായി പരാതി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ആക്രമണത്തിനിരയായത്. ഇടത് കൈക്ക് മുറിവേറ്റ പെൺകുട്ടിയെ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. ട്യൂഷൻ ക്ലാസ്സിലേക്ക് സൈക്കിളിൽ പോകുകയായിരുന്ന തന്നെ സൈക്കിളിലെത്തിയ യുവാക്കൾ ബ്ലേഡ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു. പരിക്കേറ്റ കുട്ടിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നതായി പെൺകുട്ടി നേരത്തെ പലവട്ടം പരാതി പറഞ്ഞിരുന്നു. സംഭവത്തെക്കുറിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ കെ ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബസ് യാത്രയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട യാത്രക്കാരിയെ ട്രിപ്പ് മുടക്കി അതേ ബസ്സിൽ തന്നെ അടിയന്തരമായി ആശുപത്രിയിലെത്തിച്ച് ജീവനക്കാർ മാതൃകയായി. ചാവക്കാട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സിലെ ഡ്രൈവർ റിബിൻ ബാലനും കണ്ടക്ടർ ഷംസീർ റയ്യത്തയിലുമാണ് സംയോജിതമായ ഇടപെടൽ കൊണ്ട് യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ച് കാരുണ്യദൂതന്മാരായി മാറിയത്. രാവിലെ ചാവക്കാട് നിന്നും തൃശൂരിലേക്ക് ട്രിപ്പ് തുടങ്ങിയ ബസ്സിലെ യാത്രക്കാരിക്ക് പറപ്പൂരിൽ വെച്ചാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ട്രിപ്പ് പോലും മുടക്കിക്കൊണ്ട് അടിയന്തരമായി ബസ്സിൽ തന്നെ അമലാശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ബസ്സിൽ തന്നെ കാഷ്വാലിറ്റി വരെ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കിയ ശേഷമാണ് ഇവർ മടങ്ങിയത്. ബസ് പറപ്പൂരൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് യാത്രക്കാരെല്ലാവർക്കും വയ്യാന്ന് കണ്ടക്ടർ ഒന്ന് പറയുകയാണ് ചെയ്തത്. അപ്പം കണ്ടക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ആളെടുക്കണ്ട, വണ്ടി പറപ്പൂർ എത്തിണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരെ തിള ഹോസ്പിറ്റൽ അമല ഹോസ്പിറ്റലാണ്. പെട്ടെന്ന് പിന്നെ അമല ഹോസ്പിറ്റലിലേക്ക് പോന്നു. യാത്രക്കാർക്ക് സൗകര്യം ചെയ്തു കേട്ടോ. അമല ഹോസ്പിറ്റലിന് പുറത്താണ് നിർത്തിയത്. പുറത്ത് നിർത്തിയിട്ട് ആളെ ഇറക്കിയിട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ പിന്നെ നമ്മൾ ബസ് വേറെ നോക്കിയില്ല, നേരെ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയുടെ അവിടെ കൊണ്ടിറക്കിയിട്ട് അവർ സ്ട്രെച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരാണ് അതിനുശേഷം നമ്മൾ ബസ്സായിട്ട് തിരിച്ചു പോകുന്നുണ്ട് തൃശ്ശൂർക്ക് വരികയാണ് ചെയ്തത്. 6 വർഷമായി ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന റിബിൻ ബാലനെ 1 വർഷത്തോളം ഗുരുവായൂർ ആക്സിൽ ഡ്രൈവറായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്തുമുണ്ട്. 12 വർഷത്തോളമായി ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്ന എടക്കഴിയൂർ സ്വദേശി ഷംസീർ റയ്യത്തയിലിനും റിബിൻ ബാലനും ട്രിപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടുണ്ടായ നഷ്ടത്തേക്കാൾ വലുതാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി. TCV ന്യൂസ്, തൃശൂർ. പെരുമ്പിള്ളിശ്ശേരി പാമ്പാം തോടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. പാറക്കോവിൽ സ്വദേശി പുളിക്കൽ വീട്ടിൽ 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. വർഷങ്ങളായി വീട്ടുകാരുമായി ബന്ധമില്ലാതെ പലയിടങ്ങളിലായി വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നു ബാബു. ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനം. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികച്ച അധ്യാപകർക്ക് നൽകി വരാറുള്ള MV ഡാനിയൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ നിന്ന് MJ ഷാജി, ചാലക്കുടി ഉപജില്ലയിൽ നിന്ന് PA ഫ്രാൻസിസ്, കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ നിന്ന് TN നാസർ, മാള ഉപജില്ലയിൽ നിന്ന് C മുഹമ്മദ് റാഫി എന്നീ അധ്യാപകരാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾക്ക് അർഹരായതെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ CJ ദാമു, പ്രവീൺ M കുമാർ, നിധിൻ ടോണി എന്നിവർ അറിയിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം ത്രെഡ് ആർട്ടിൽ ഒരുക്കിയ വിദ്യാർത്ഥികളെ TN പ്രതാപൻ MP അനുമോദിച്ചു. പുത്തൻചിറ തെക്കുമുറി ഹൈസ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥികളായ നാരായണമംഗലം സ്വദേശികളായ മനോജ്, വിനീത് എന്നിവർ ചിത്രം ഒരുക്കിയത്. നൈലോൺ നൂൽ, ആണി, കമ്പി എന്നിവ കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അനിത ജയരാജന്റെ പ്രഥമ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മാളയിൽ നടന്ന ചടങ്ങിൽ കവി കുഴൂർ വിൽസൺ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. AG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മുരളി ഭാസ്കർ, BV ബിന്ദു, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നടന്ന RSS പ്രകടനത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് യൂത്ത് ലീഗ് പരാതി നൽകി. മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ മുദ്രാവാക്യമുയർത്തിയ RSS പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലം CI, ACP എന്നിവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനാലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് യൂത്ത് ലീഗ് പരാതി നൽകിയത്. നവംബർ 25, 26, 27 തീയതികളിൽ കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കും. ഇതിന്റെ ഭാഗമായി ചാവക്കാട് പതാകാ ദിനം ആചരിച്ചു. ചാവക്കാട് താലൂക്ക് ഓഫീസിനു മുന്നിൽ KRDSA ജില്ലാ വൈസ് പ്രസിഡന്റ് KM രമേശ് പതാക ഉയർത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK ഷാജി പതാക ഉയർത്തി. KRDSA താലൂക്ക് സെക്രട്ടറി K പ്രകാശൻ, PC അനിൽകുമാർ എന്നിവർ സംസാരിച്ചു.
ബാങ്ക് ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ജപ്തി നടപടിക്കൊരുങ്ങിയ ബാങ്ക് അധികൃതർ നാട്ടുകാരുടെ ഇടപെടലിൽ ജപ്തിക്ക് മുമ്പേ പിൻവാങ്ങി. തിരിച്ചടവിന് സമയം നീട്ടി നൽകിയുള്ള സമവായത്തിൽ വീട്ടമ്മയ്ക്കും കുടുംബത്തിനും ആശ്വാസം. അരിമ്പൂർ കുന്നുപറമ്പിൽ സുബ്രഹ്മണ്യൻ ഷീല ദമ്പതികളുടെ കുടുംബത്തിനാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കേണ്ടിയിരുന്ന ജപ്തി നടപടിയിൽ നിന്ന് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ബാങ്ക് പിൻവാങ്ങിയതോടെ ആശ്വാസം ലഭിച്ചത്. മൂത്ത മകളുടെ വിവാഹാവശ്യത്തിനായി അർബൻ സഹകരണ ബാങ്കിന്റെ കുന്നത്തങ്ങാടി ബ്രാഞ്ചിൽ നിന്നെടുത്ത 3 ലക്ഷം രൂപയിൽ 1.5 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചെങ്കിലും പിന്നീട് അടവ് മുടങ്ങുകയായിരുന്നു. 4 ലക്ഷത്തിലേറെ രൂപ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. ബാങ്കിന്റെ നിയമ നടപടികളെ തുടർന്ന് സംഖ്യ തിരിച്ചടച്ചില്ലെങ്കിൽ ബുധനാഴ്ച ജപ്തി നടത്തുമെന്ന സ്ഥിതിയായി. കാഴ്ച പരിമിതനും ഹൃദ്രോഗിയുമായ കുടുംബനാഥൻ സുബ്രഹ്മണ്യനും ദിവസവേതനക്കാരിയായ ഷീലയ്ക്കും പണം തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ജപ്തി നടപടികൾക്കായി കോടതി ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ടവരെത്തുമെന്നും വീടിനുള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റണമെന്നും ബാങ്കിന്റെ വക്കീൽ ഈ നിർധന കുടുംബത്തെ അറിയിച്ചിരുന്നു. കുടുംബനാഥൻ സുബ്രഹ്മണ്യൻ ജപ്തി നടപടി കണ്ടു നിൽക്കാനാവില്ലെന്ന് പറഞ്ഞ് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ആകെ വിഷമിച്ച ഭാര്യ ഷീല വിവരം CPM പ്രവർത്തകരെയും വാർഡ് അംഗത്തെയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ബാങ്ക് അധികൃതരുമായി സംസാരിച്ചു. 3 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്ത് നിർധന കുടുംബത്തെ കുടിയിറക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്ന് നിലപാടെടുത്തതോടെ കുറച്ചു തുക അടിയന്തരമായി അടയ്ക്കുന്നതിനും പിന്നീട് കുറേശ്ശെയായി അടച്ച് ബാധ്യത തീർക്കുന്നതിന് ധാരണയാവുകയും ജപ്തി നടപടി ഒഴിവാക്കാൻ ബാങ്ക് സമ്മതിക്കുകയുമായിരുന്നു. CPM ലോക്കൽ സെക്രട്ടറി KR ബാബുരാജ്, DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും ജനപ്രതിനിധിയുമായ CG സജീഷ്, വാർഡ് അംഗം ജില്ലി വിൽസൺ, DYFI മേഖലാ ട്രഷറർ വിപിൻ കൈപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടും വിവേചനവുമെന്നാരോപിച്ച് വടക്കാഞ്ചേരി അകമല 16-ാം ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡിവിഷൻ കൌൺസിലർ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജയൻ ചേപ്പലക്കാട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ, മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PN വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. ബ്ലഡ് ഡോണേഴ്സ് കേരള തൃശൂർ നടത്തിയ മെഗാ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച 8,30,000 രൂപ അർഹതപ്പെട്ട 3 കുടുംബങ്ങൾക്ക് കൈമാറി. രക്താർബുദം ബാധിച്ച് രക്തമൂലകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തിരൂർ സ്വദേശിക്ക് 4 ലക്ഷം രൂപയും ഓട്ടോ ഇമ്മ്യൂൺ അസുഖം ബാധിച്ച മണലൂർ സ്വദേശിക്ക് 2,10,000 രൂപയും ഇരുവൃക്കകളും തകരാറിലായ പനമുക്ക് സ്വദേശിക്ക് 2,10,000 രൂപയും കൈമാറി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലഗോപാൽ, BDK സ്ഥാപകൻ വിനോദ് ഭാസ്കരൻ, ഫെബിൻ എന്നിവർ ചേർന്ന് കുടുംബങ്ങൾക്ക് സഹായം കൈമാറി. പാലത്തിന്റെ ബീം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത് കർഷകരെ ദുരിതത്തിലാക്കി. തെക്കുംകര പഞ്ചായത്തിലെ മണലിത്തറ 5-ാം വാർഡിൽ വാഴാനി തോടിന് കുറുകെയുള്ള പട്ടിയാംകുന്നത്ത് പാലത്തിന്റെ ദ്രവിച്ച ബീമാണ് കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത്. അടിയന്തരമായി പ്രശ്നത്തിന് അധികൃതർ പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നിയമനിർമ്മാണ സഭകളിൽ 25% വനിതാ സംവരണം ലഭ്യമാകും വിധം നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള വനിതാ കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VJ ജോയ്സി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെൻസി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല സഹകരണ സംഗമവും സഹകരണ സെമിനാറും നടന്നു. രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ അംഗം P മാധവൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA സമ്മാനദാനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, സംസ്ഥാന സഹകരണ യൂണിയൻ പ്രതിനിധി P സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. VHSC വിഭാഗത്തിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ സംഘടനയായ മൂവ് തൃശൂർ മേഖലാ സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും തിരക്കഥാകൃത്തുമായ PN ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സഹപ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ച AV വിജനയെ ചടങ്ങിൽ ആദരിച്ചു. വടക്കാഞ്ചേരിയിൽ യുവതിക്ക് വീട്ടിൽ പൊള്ളലേറ്റു. കുണ്ടന്നൂർ സ്വദേശിനി ചീരാത്ത് സൗമ്യ വിനീഷിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകർ യുവതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്.
വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ ഓടിച്ചുപോയ ഓൾട്ടോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ പോലീസാണ് ആശുപത്രിയിലെത്തിച്ചത്. വലപ്പാട് ബീച്ചിനടുത്ത് കസ്തൂർബ നഗറിൽ ബൈക്കിൽ നിന്നും വീണ് 2 പേർക്ക് പരിക്ക്. കോഴിക്കോട് പൂമൻപുരത്തിൽ വീട്ടിൽ നൌഷാദ്, ഭാര്യ ജുഗുനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിമ്പൂർ പഞ്ചായത്തിലെ വെളുത്തൂർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. KSEBയുടെ വൈദ്യുതി പോസ്റ്റിനോട് ചേർന്ന് രൂപപ്പെട്ട വലിയ ഗർത്തത്തിലൂടെയാണ് കുടിവെള്ളം ദിവസങ്ങളായി പുറത്തേക്ക് ഒഴുകുന്നത്. വാർഡംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷിമ ഗോപി ഇക്കാര്യം വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് സമാന രീതിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ ജില്ലയിലെ തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. ക്ഷേമനിധി ബോർഡ് അംഗം KK പ്രകാശൻ വിതരണം ചെയ്തു. കുന്നംകുളം റേഞ്ച് CITU സെക്രട്ടറി KM നാരായണൻ അധ്യക്ഷത വഹിച്ചു. സംയുക്ത യൂണിയൻ നേതാക്കളായ KV പ്രസാദ്, TK മാധവൻ, PV രാമദാസ്, MB സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി എലവത്തൂർ മാടകാക്കൽ ബൈപ്പാസ് റോഡിനായി വർഷങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത ഭൂമി സംരക്ഷിക്കാൻ അടിയന്തര നടപടിയുണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ബൈപ്പാസ് റോഡിനു വേണ്ടി പഞ്ചായത്ത് ഏറ്റെടുത്ത ഭൂമി അധികൃതരുടെ അനാസ്ഥ മൂലം സ്വകാര്യ വ്യക്തികൾ കയ്യേറി ഉപയോഗിക്കുന്നത് TCV വാർത്ത നൽകിയിരുന്നു. പനകം കിഴക്കേ കോൾപ്പടവിൽ ഉൾപ്പെട്ട കൃഷിഭൂമി താലൂക്ക് സർവേയർ മുഖേന അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിർണയിച്ച് സംരക്ഷിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ ഈ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ പറഞ്ഞു. ബൈപ്പാസ് റോഡിനായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഭൂമി അനധികൃതമായി കൃഷി ചെയ്യുന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. മുല്ലശ്ശേരി പഞ്ചായത്ത് താലൂക്ക് സർവേയർ മുഖേന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും സർവേ കല്ല് സ്ഥാപിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. റോഡ് നിർമ്മാണം ഇപ്പോൾ പരിഗണനയില്ല. പിന്നെ കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ കൃഷിഭൂമി സ്വയം സഹായ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു JLG ഗ്രൂപ്പുകളുണ്ട്, അവർക്കായിട്ട് ഭൂമി പാട്ടത്തിന് നൽകാനാണ് തീരുമാനിക്കുന്നത്. ഒരു ജീവൻ രക്ഷിക്കാൻ സന്മനസ് കാണിച്ച് ബസ് ജീവനക്കാർക്ക് യാത്രക്കാരുടെ കൂട്ടായ്മ സ്നേഹോപഹാരം കൈമാറി. ബസ് ജീവനക്കാരായ റിബിൻ, ബാലൻ, P ഷംസീർ എന്നിവർക്കാണ് അന്നകര ബസ് യാത്രക്കാരുടെ കൂട്ടായ്മ സ്നേഹോപഹാരങ്ങൾ നൽകിയത്. ബുധനാഴ്ച രാവിലെ ചാവക്കാട് നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സിലെ യാത്രക്കാരിക്ക് പറപ്പൂരിലെത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഈ വിവരം ജീവനക്കാരെ അറിയിച്ചതിനെ തുടർന്ന് ബസിന്റെ ട്രിപ്പ് അവസാനിപ്പിച്ച രോഗിയെ ബസ്സിൽ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കി. ഒരു ജീവൻ രക്ഷിക്കാൻ മാതൃകാപരമായി പ്രവർത്തിച്ച ബസ് ജീവനക്കാരോടുള്ള നന്ദി സൂചകമായിട്ടാണ് ആദരണം സംഘടിപ്പിച്ചത്. കുളവാഴകളാൽ പച്ചപ്പരവതാനി വിരിച്ച് കാഴ്ചയ്ക്ക് കൗതുകമായി കനോലി കനാൽ. അന്നം മുട്ടുമോ എന്ന ആശങ്കയുമായി ഉൾനാടൻ മത്സ്യകർഷകർ. കേരളത്തിലെ കായലുകളിലും തോടുകളിലും കുളവാഴകളുടെ വ്യാപനം സാരമായ പാരിസ്ഥിതിക ജൈവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവ ഇടതൂർന്ന് പുഷ്പിച്ചു നിൽക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. വളരെ വേഗം വളർന്ന് വ്യാപിക്കുന്ന ഈ കള മനോഹരമായി പുഷ്പിക്കുന്ന സസ്യമാണ്. മന്ദലംകുന്ന് പാലത്തിന് മുകളിലൂടെയുള്ള യാത്രക്കാർക്ക് കൗതുക കാഴ്ചയാണ് ഈ വർഷം കുളവാഴ പൂത്തിട്ടുള്ളത്. ഇളം വയലറ്റ് നിറത്തിൽ പൂത്തു നിൽക്കുന്ന ഇവിടെ കാഴ്ചയ്ക്കായും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. എന്നാൽ കൃഷിക്കാർ ഇതിനെ കളയുടെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. 12 ദിവസം കൊണ്ട് ഇരട്ടി പ്രദേശത്ത് വ്യാപിക്കാൻ ശേഷിയുണ്ട് കുളവാഴയ്ക്ക്. സ്വാഭാവിക ജലാശയത്തിന്റെ നീരൊഴുക്ക് തടഞ്ഞ് ജലയാത്ര, മത്സ്യബന്ധനം എന്നിവ തടസ്സപ്പെടുന്നു. ഈ സസ്യം വളരുന്നിടത്ത് വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം കടത്തിവിടാത്തതിനാൽ വെള്ളത്തിനടിയിലുള്ള ജീവജാലങ്ങൾക്കും കുളവാഴ ഭീഷണിയാകുന്നു. ഇത് ഉൾനാടൻ മത്സ്യകൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയാണ്. കുളവാഴ കയറിയാൽ കുളം നശിച്ചു എന്നാണ് നാട്ടിൻപുറങ്ങളിലെ പ്രയോഗം. എന്നാൽ ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ തൊഴിലും വരുമാനവും ലഭിക്കും. വിറകിന് പകരമായി ഉണങ്ങിയ കുളവാഴ ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രിക്കറ്റ്, കുളവാഴ പൂക്കളിൽ നിന്നുള്ള ജൈവ നിറങ്ങൾ, കുളവാഴയും വിവിധ പച്ചക്കറി അവശിഷ്ടങ്ങളും ഉപയോഗിച്ചുള്ള പൾപ്പ് ഉൽപ്പന്നം, ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ്, നഴ്സറികളിൽ ചെടികൾ വളർത്താനുള്ള ചെറിയ പോട്ട്, കുളവാഴയുടെ തണ്ടും ഇലയും അരിഞ്ഞു പുഴുങ്ങി ഉണക്കിയെടുത്ത ക്യൂൻ ബെഡ് എന്നിവ നിർമ്മിക്കാം. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ കുളവാഴയെ വാണിജ്യപരമായും ഉപയോഗപ്പെടുത്താവുന്നതാണ്. TCV പൊന്നിയൂർക്കുളം.
മിണാലൂർ ബൈപ്പാസിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന്റെ കാൽവിരൽ അറ്റു. അപകടം നടന്നയുടനെ ബൈക്ക് യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് എത്തി വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 2 ദിവസമായി അടച്ചിട്ട അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് പ്രവേശിക്കാം. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് അടച്ചിട്ട ദിവസങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് അതിരപ്പള്ളിയിലെത്തി തിരിച്ചുപോയത്. ചൊവ്വാഴ്ച മാത്രം 800ഓളം പേർ എത്തിയിരുന്നു. ഇരട്ട ന്യൂനമർദ്ദം നിലവിലുണ്ടെങ്കിലും കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികളായ പാലക്കോടൻ വീട്ടിൽ സജി, കരാമത്തിൽ വീട്ടിൽ വിനോദ്, സ്കൂട്ടർ യാത്രികനായ തെക്കേ വാവന്നൂർ, മങ്ങാട്ട് വീട്ടിൽ രാമചന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാമചന്ദ്രന്റെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരൂർ കോൾപ്പടവിൽ കർഷകരുടെ പ്രതിസന്ധിക്ക് ആശ്വാസമായി ബണ്ടിൽ വെള്ളം നിയന്ത്രിക്കുവാൻ വടക്കേക്കാട് പാലക്കുഴി പാലത്തിന് വടക്കുഭാഗത്തെ തടയണ കെട്ടാൻ ധാരണയായി. വടക്കേക്കാട് പാലക്കുഴി പാലത്തിന് വടക്ക് ഭാഗത്ത് തടയണ കെട്ടാൻ ശ്രമിച്ച പരൂർ പടവ് കമ്മിറ്റിയെ നാട്ടുകാർ തടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമായിരുന്നത്. സാധാരണയായി തടയണ നിർമ്മിക്കാനുള്ള സ്ഥലത്ത് തടസ്സം ഉന്നയിക്കുകയും പാലത്തിന് തെക്കുഭാഗത്ത് തടയണ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു. തടയണകളിൽ കുളവാഴകളും മാലിന്യങ്ങളും തടഞ്ഞ ദുർഗന്ധം വമിക്കുന്നത് മൂലമാണ് പരിസരവാസികൾ എതിർത്തത്. എന്നാൽ പല തട്ടുകളായി കിടക്കുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടി നിർത്തണമെങ്കിൽ എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ ബണ്ടുകളുടെ ഉയരം കൂട്ടേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയത്ത് കൂടുതൽ ദൂരം ബണ്ടുകളുടെ ഭിത്തി കെട്ടുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് തടയണ കെട്ടാൻ ധാരണയായത്. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കുന്നംകാട്ടയിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എത്രയും പെട്ടെന്ന് കൃഷി ഇറക്കുവാനും ബണ്ടുകൾക്ക് ബലക്ഷമത വർദ്ധിപ്പിക്കുവാനും ഉയരം കൂട്ടുവാനും വേണ്ട നടപടികൾ കൈക്കൊള്ളുവാനും യോഗത്തിൽ തീരുമാനമായി. പഴഞ്ഞി MD കോളേജിന്റെ നേതൃത്വത്തിൽ ബസേലിയോസ് മാർത്തോമ തൃതീയൻ ബാവയ്ക്ക് സ്വീകരണം നൽകി. രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഭദ്രാസന സഹമെത്രാപ്പൊലിത്ത ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ നാസർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, കുന്നംകുളം ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ, ഡോക്ടർ G രാജീവ് എന്നിവർ സംസാരിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ലോറിക്കടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ യാത്രക്കാരനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ലോറി ഉയർത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചായ്പൻകുഴി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ മതിൽ മഴയിൽ തകർന്നു വീണതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സംരക്ഷണമൊരുക്കുവാൻ MLA ഇടപെട്ടു. നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് DFOയ്ക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് ഇടിഞ്ഞ ഭാഗം പുതുക്കി പണിയുന്ന ജോലികൾ ആരംഭിച്ചതായി പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KM ജോസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് TCV ഇന്നലെ വാർത്ത നൽകിയിരുന്നു. ചെറുവാൾ ജനത ലോവർ പ്രൈമറി സ്കൂളിൽ വായനാ വസന്തം സാഹിത്യ പരിപാടി നടത്തി. നെന്മണിക്കര പഞ്ചായത്ത് അംഗം KN അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ MPTA വൈസ് പ്രസിഡന്റ് സൂര്യലാൽ G അധ്യക്ഷയായി. കവി ശ്രീനിവാസൻ കോവാത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക MT ഡാലി തുടങ്ങിയവർ സംസാരിച്ചു. കിടത്തി ചികിത്സയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളുമായി പട്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 1 കോടി രൂപ ചെലവിൽ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്ന ക്യാമ്പസിൽ തന്നെയാണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4590 രൂപ, സ്വർണം പവന് 36,720 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കേപ്പ് ഫോൺ പദ്ധതി ഒരേ സമയം സാധ്യതയും വെല്ലുവിളിയുമാണെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ. പദ്ധതിയിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് മുൻഗണന നൽകണമെന്ന് COA. ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട വിഷമത്തിൽ വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുമ്പിശ്ശേരി സ്വദേശി 14 വയസ്സുള്ള ആകാശാണ് മരിച്ചത്. കാറളം SBI ബാങ്കിൽ 2,76,00,000 രൂപയുടെ സ്വർണ്ണ പണയാഭരണങ്ങളിൽ തിരിമറി നടത്തിയ കേസിലെ പ്രതി കീഴടങ്ങി. ഇരിങ്ങാലക്കുട സ്വദേശി സുനിൽ ജോസാണ് കീഴടങ്ങിയത്.
പെരുമ്പിലാവ് കല്ലുംപുറത്തും തളിക്കുളം തമ്പാൻ കടവിലും വീടുകളിൽ മോഷണം. 20 പവനോളം സ്വർണവും 10,000 രൂപയും മോഷണം പോയി. പട്ടികജാതി വിഭാഗത്തിലെ കലാകാരന്മാരുടെ തൊഴിൽപരമായ ഉന്നമനത്തിനും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി സ്ഥാപിച്ച ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യമുയരുന്നു. കലാക്ഷേത്രത്തിന്റെ ചുമതല സംഘത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപം. വിവാഹാവശ്യത്തിന് സ്വർണമെടുക്കാൻ ഈടായി നൽകിയ സ്ഥലം വ്യാപാരി തട്ടിയെടുത്തതായി പരാതി. സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരവുമായി വഞ്ചിക്കപ്പെട്ട കുടുംബം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.